ജോലിക്ക് പോകുന്നത്. അതുകൊണ്ട് നിന്റെ തല വെട്ടിയാലും അത് എൻ്റെ ധർമ്മമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അയാൾ ഒരുപക്ഷെ ഇപ്പം എനിക്ക് ഈ വേദിയിൽ നിൽക്കാൻ കഴിയുന്നത് വളരെ മാന്യമായും സഹോദരനായും ഒക്കെ അദ്ദേഹത്തെ കാണുകയും അടി കിട്ടുമ്പോഴൊക്കെ തന്നെയും മോനെ മോനെ എന്ന് വിളിക്കുകയും ഒക്കെ ചെയ്തതുകൊണ്ടായിരിക്കാം കൂടെ നിന്നവർ എന്നെ ഉപദ്രവിച്ചില്ല. അത് ഞാൻ പരമാവധി ആ പ്രശ്നം അവിടെ തീർക്കാൻ ശ്രമിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത് അതുകൊണ്ടല്ല, അത് മറ്റൊരു വിഷയം. ഇത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ കേരളത്തിലെ പോലീസ് കൺട്രോൾ റൂമിലേക്ക് വിളിച്ച് പറഞ്ഞിട്ട് പോലീസ് എത്തുന്നത് 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്. കുന്നമംഗലം പോലീസ് സ്റ്റേഷനിൽ പോലീസ് എത്തുന്നത്. അതിനുശേഷം കുന്നമംഗലം പോലീസ് സ്റ്റേഷനിൽ ഞാൻ വിളിച്ചു പറഞ്ഞു പോലീസ് എത്തുന്നത് 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്. എനിക്ക് SDPIയുമായി യാതൊരു ബന്ധവുമില്ല. ഞാൻ കേട്ടിട്ടേ ഉള്ളൂ അത്തരത്തിലുള്ള ചില മനസ്സിലാക്കലുകളും മുസ്ലിം ന്യൂനപക്ഷങ്ങളോടൊപ്പം നിൽക്കുക, ദളിതുകളോടൊപ്പം പിന്നിൽ നിൽക്കുക, മുന്നിലല്ല പിന്നിൽ നിൽക്കുക എന്നൊക്കെ ആഗ്രഹിക്കുന്നൊരു മനുഷ്യനാണ് ഞാൻ. അങ്ങനെ അരികുവൽക്കരിക്കപ്പെട്ട എല്ലാ മനുഷ്യരോടൊപ്പവും നിൽക്കണം എന്നാഗ്രഹിക്കുന്നവനാണ് ഞാൻ. അപ്പം സ്വാഭാവികമായിട്ടും ഇദ്ദേഹം എന്നോട് പറഞ്ഞത് ട്രെയിൻ ടിക്കറ്റൊക്കെ ഞങ്ങൾ ക്യാൻസൽ ചെയ്തോളാം, പരിപാടിക്കൊന്നും പങ്കെടുക്കണമെന്ന് നിർബന്ധവുമില്ല, സാർ ഇപ്പോൾ എവിടെയാണ് ഇരിക്കുന്നത്. അത് കേരളത്തിൽ ഏത് പ്രസ്ഥാനത്തിന് പറയാൻ കഴിയും എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഗതി. അത് പറയുക മാത്രമല്ല, 10 മിനിറ്റിനകത്ത് ഞാനിരിക്കുന്ന സ്ഥലത്ത് 3-4 ആൾക്കാർ വണ്ടിയിലെത്തി എന്നത് എന്നെ അതിനേക്കാളും അത്ഭുതപ്പെടുത്തി. തിരുവനന്തപുരത്ത് നിന്ന സാറിന് എങ്ങനെയാണ് 10 മിനിറ്റ് കൊണ്ട് ഇത്ര സംഘാടകരെ അവരെ വിശദീകരിക്കാൻ തന്നെ ചിലപ്പോൾ സമയമെടുക്കും. ഇയാൾ ആരാ എന്താണ് അതൊന്നുമില്ല. ഒരു മനുഷ്യൻ ഒരു പ്രശ്നം നേരിടുന്നു, അവിടെ ചെല്ലുക, അയാളുടെ നമ്പർ കൊടുക്കുന്നു, വിളിക്കുക, അയാൾക്ക് വേണ്ടത് ചെയ്യുക. ഇത്രയല്ലേ അദ്ദേഹത്തിന് 10 മിനിറ്റിനകത്ത് പറയാനും ഇവർക്ക് വരാനും ഒക്കെ ഉള്ള സമയം ഉണ്ടാവുള്ളൂ. അപ്പം അങ്ങനെ കൂടെ വന്നു എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ SDPIയോടുള്ള ഐക്യപ്പെടലിൻ്റെ ഒരു കാര്യം. 2, ഇത് രോഹിത് വെമുലയുടെ വേദിയാണ്, ഓർമ്മ പുതുക്കുന്ന വേദിയാണ്. അത്തരം ഒരു വേദിയിൽ നിൽക്കാൻ യോഗ്യനായൊരു മനുഷ്യനല്ല ഞാൻ. കാര്യം രോഹിത് വെമുല മുന്നോട്ട് വെച്ച രാഷ്ട്രീയം അതിനെ ഏതെങ്കിലും തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ത്രാണിയുള്ള ഒരു മനുഷ്യനുമല്ല